ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് വായിച്ച് നോക്കാം. പിശാചുബാധിതൻ സുഖപ്പെടുന്നു. പിശാചുബാധിതൻ ആരാണെന്ന് പറയുന്നു? തിന്മയുടെ ശക്തികളെ വ്യക്തികളായി ചിത്രീകരിക്കുന്നതിൻ്റെ പ്രതീകമായി പിശാചുക്കളെ വേണമെങ്കിൽ കാണാം. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 തൊട്ടിട്ട് 20 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് നോക്കാം. അവർ കടലിൻ്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്തു കളയുകയും ചെയ്തിരുന്നു. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. രാപ്പകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലും ആയിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ മുറിവേൽപ്പിക്കുകയും ചെയ്തിരുന്നു. അകലെ വെച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടിവന്ന് അവനെ പ്രണമിച്ചു. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങൻ്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങെന്നെ പീഡിപ്പിക്കരുതേ. കാരണം അശുദ്ധാത്മാവേ, ആ മനുഷ്യൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചു. നിന്റെ പേരെന്താണ്? യേശു ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പേര് ലെഗിയോൻ. ഞങ്ങൾ അനേകം പേരുണ്ട്. തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുത് എന്ന് അവൻ കേണപേക്ഷിച്ചു. വലിയ ഒരു പന്നിക്കൂട്ടം മലയരികിൽ മേയുന്നുണ്ടായിരുന്നു. ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക, ഞങ്ങൾ അവയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ എന്ന് അവർ അപേക്ഷിച്ചു. അവൻ അനുവാദം നൽകി. അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. ഏകദേശം 2000 പന്നികളുണ്ടായിരുന്നു. അവ കിഴക്കാന്തൂക്കായ തീരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു. പന്നികളെ മേയിച്ചു കൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും വിവരമറിയിച്ചു. സംഭവിച്ചതെന്തെന്ന് കാണാൻ ജനങ്ങൾ വന്നുകൂടി. അവർ യേശുവിൻ്റെ അടുത്തെത്തി. ലെഗിയോൺ ആവേശിച്ചിരുന്ന പിശാചുബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അവർ ഭയപ്പെട്ടു. പിശാചുബാധിതനും പന്നികൾക്കും സംഭവിച്ചത് കണ്ടവർ അക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. തങ്ങളുടെ പ്രദേശം വിട്ടുപോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു. അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാചു ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോടുകൂടെ പോകുന്നതിന് അനുവാദം ചോദിച്ചു. എന്നാൽ യേശു അനുവദിച്ചില്ല. അവൻ പറഞ്ഞു, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക. കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തതെന്ന് ദെക്കാപോളിസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. സമാന്തര സുവിശേഷങ്ങളിൽ ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം. ഇതിൻ്റെ ഉറവിടം ഏതെന്ന് വ്യക്തമല്ല. എങ്കിലും മർക്കോസിൻ്റെ ഉറവിടമാണ് ഇതര സുവിശേഷങ്ങൾക്ക് പ്രചോദനമായിരിക്കുന്നത്. സഭാസമൂഹത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പാരമ്പര്യം ശക്തമായിരുന്നു എന്നതിന് തെളിവാണ് 3 സുവിശേഷങ്ങളിലും ഇത് ഒരുപോലെ കാണുന്നു എന്നുള്ളത്. സംഭവ വിവരണമനുസരിച്ച് ഗരസേനരുടെ നാട്ടിലെത്തിയ യേശു ആകെ ചെയ്ത കാര്യം പിശാചുബാധിതനെ സുഖപ്പെടുത്തി എന്നുള്ളതാണ്. കാരണം മറ്റെന്തെങ്കിലും ചെയ്യാനോ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാനോ അവന് കഴിഞ്ഞില്ല. അവൻ ആ നാട്ടിൽ നിൽക്കുന്നതിനോട് നാട്ടുകാർ താല്പര്യം കാണിച്ചില്ല. അവർക്ക് ഭയമായിരുന്നു. യേശു ഗരസേനരുടെ നാട്ടിൽ വഞ്ചി ഇറങ്ങിയ ഉടനെ തന്നെ അശുദ്ധാത്മാവ് ബാധിച്ചവൻ യേശുവിൻ്റെ അടുത്ത് വന്നു എന്നാണ് സുവിശേഷകൻ പറയുന്നത്. അവതരണം അല്പം നാടകീയവും അതിശയോക്തി കലർന്നതുമാണ്. പിശാചുബാധിതനെക്കുറിച്ചുള്ള വിവരണം ഭീതിജനകവുമാണ്. ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്തവൻ, ഏകാന്തതയിൽ കഴിയുന്നവൻ, സ്വയം പീഡിപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് അവനുള്ള വിശേഷണങ്ങൾ. യേശുവിനെ കണ്ടപ്പോൾ അവൻ ശാന്തനാകുന്നു. അവനെ തിരിച്ചറിയുന്നു. നിലവിളിച്ച് അപേക്ഷിക്കുന്നു, യേശുവേ, ദാവീദിൻ്റെ പുത്ര എന്ന വിശ്വാസ പ്രഖ്യാപനവും എന്തിന് അവൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന അപേക്ഷയുമാണ് കാണുന്നത്. ഒരു വശത്തെ ഭീകരത, മറുവശത്തെ നിസ്സഹായത, പരാജയഭീതി, പീഡന ഭയം. രക്ഷകനും വിമോചകനുമായവൻ്റെ മുൻപിൽ കൊമ്പുകുത്തുന്ന തിന്മയുടെ ശക്തികൾ. ദൈവച്ഛായയും സാദൃശ്യവുമായ മനുഷ്യൻ്റെ ഉള്ളിൽ കുടിയേറിക്കുന്ന തിന്മയുടെ ശക്തിയെ വിമോചിപ്പിച്ച് അവനെ നന്മയിലേക്ക് ആനയിക്കാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തു.
തിന്മയുടെ ശക്തികളെ വ്യക്തികളായി ചിത്രീകരിക്കുന്നതിൻ്റെ പ്രതീകമായി പിശാചുക്കളെ വേണമെങ്കിൽ കാണാം. അത് വ്യക്തി തന്നെയാണോ അതോ അപ്രകാരം പറയുന്നതേയുള്ളോ? ഇതൊന്നുമല്ലെങ്കിൽ പൂർവ്വകാലങ്ങളിൽ നിലവിലിരുന്ന സ്പിരിറ്റ് ആരാധനയുടെ ബാക്കി പത്രമാണോ തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ ചർച്ചാ വിഷയമല്ല. ലെഗിയോൺ എന്ന ഗ്രീക്ക് പദം ഇവിടെ പേരായി ഉപയോഗിക്കുന്നത് കാണാം. എന്നാൽ ഈ പദം ഒരു നാമപദമായി കാണേണ്ടതുണ്ടോ എന്ന് സംശയിക്കണം. കൂട്ടം, സംഘം എന്നൊക്കെ അർത്ഥം വരുന്ന ഗ്രീക്ക് പദമാണ് ലെഗിയോൺ. അത് പിശാചിൻ്റെ പേരല്ല, പിശാചിന് പേരുകൾ മനുഷ്യർ കൊടുക്കുന്നതാണ്. തിന്മയുടെ ശക്തികൾ എത്ര വലുതായാലും അവയെല്ലാം നന്മയുടെ മുൻപിൽ ദൈവപുത്രൻ്റെ സംവിധത്തിൽ നിഷ്പ്രഭമാണ്. തിന്മയുടെ നികൃഷ്ടാവസ്ഥ കാണിക്കാനാണ് അവ പന്നികളുടെ മേൽ ആവസിക്കാൻ അനുവാദം ആവശ്യപ്പെടുന്നത്. അന്നത്തെ സാഹചര്യമനുസരിച്ച് സുഗരം എന്ന മൃഗം അശുദ്ധമായിരുന്നു. യേശുവിൻ്റെ സാന്നിധ്യത്തിൽ തിന്മയുടെ എല്ലാ ശക്തികളും ഇല്ലാതാക്കുന്നു. അവയുടെ പിടിയിൽ അമർന്നിരുന്ന എല്ലാവരും മോചിതരാകുന്നു. പിശാചിൻ്റെ അല്ലെങ്കിൽ തിന്മയുടെ പിടിയിൽ നിന്നും മോചിതനായവൻ എങ്ങനെ യേശുവിനെ അനുഗമിക്കണം എന്ന് യേശു തന്നെ നിർദ്ദേശിക്കുന്നു. തൻ്റെ സമൂഹത്തിൽ സ്വന്തം ജനങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ കരുണയുടെ മഹത്വം വെളിപ്പെടുത്തുക. ഒരുപക്ഷേ ആ നാട്ടുകാർ യേശു അവിടെ നിന്നും പോകണം എന്ന് ആഗ്രഹിക്കുന്നതായി സൂചന നൽകുന്നത് ആ നാട്ടുകാരിൽ ഒരുവൻ തന്നെ അവർക്ക് സുവിശേഷ സാക്ഷ്യമാകട്ടെ എന്ന് കരുതിയും ആയിരിക്കാം. ഏതായാലും തിന്മയുടെ സ്വാധീനത്തിൽ നിന്നും മോചിതനായവൻ പട്ടണത്തിൽ സാക്ഷ്യം പറയാൻ ആരംഭിച്ചുവെന്നും ജനങ്ങൾ അവൻ്റെ സാക്ഷ്യത്തിൽ അത്ഭുതപ്പെട്ടുവെന്നും സുവിശേഷം പറയുന്നു. തിന്മയുടെ സ്വാധീനത്തിൽപ്പെടുന്നവനും കർത്താവിൻ്റെ സാന്നിധ്യ അനുഭവത്തിൽ അവിടുത്തെ സാക്ഷിയാകാൻ കഴിയും. യേശുവിനാൽ ദൈവാനുഭവത്തിലേക്ക് വരുവാൻ അവനായി തന്നെ നൽകുക. ബാക്കി അവൻ തീരുമാനിക്കും. പിശാചുബാധിതൻ എങ്ങനെ സുഖപ്പെട്ടു എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.